ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈസി ഡെയിലി റുട്ടീനാണ് കാണിക്കുന്നത്. ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വെളിയിലൊക്കെ ഒന്ന് ഡിന്നറിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇതുപോലെയാണ് റെഡി ആവുന്നത്. ഞാൻ ഫൗണ്ടേഷൻ ഡെയിലി ഇടാൻ പ്രിഫർ ചെയ്യാറില്ല, ബിക്കോസ് ഓൾറെഡി എൻ്റെ സ്കിൻ ഇങ്ങനെ ആക്നെ പ്രോൺ ആയതും ഇതുവരെ കംപ്ലീറ്റ്ലി പിഗ്മെൻറ്റേഷനും സ്കാർസും ഒന്നും മാറാത്തതുകൊണ്ടും ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഒത്തിരി ഹാർഷായിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ കൂടുതൽ മേക്കപ്പോ ഇടാറില്ല. പിന്നെ ഓഫീസിലൊക്കെ പോയി ഇരിക്കേണ്ടതായതുകൊണ്ട് കുറച്ച് വൃത്തിക്കും മെനയ്ക്കും വേണ്ടി പോകാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ബേസിക് ഡെയിലി മേക്കപ്പാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ മേക്കപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഫേസ് ക്ലീൻ ചെയ്തു, നല്ലതായിട്ട് രാവിലെ തന്നെ കുളിച്ച് നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വന്നിട്ട് ക്ലെൻസർ ഇട്ട്, പിന്നെ എക്സ്ട്രാ ഡേർട്ട്, എത്ര നമ്മൾ ഫേസ് വാഷ് ചെയ്താലും ഒരു എക്സ്ട്രാ ഡേർട്ട് ഫേസിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓയിൽ കൺട്രോളാണ്, നല്ല ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് കോട്ടൺ പാഡിൽ കുറച്ച് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു തണുത്ത ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിറം പറ്റിയതിന് ശേഷം മോയ്സ്ചറൈസർ, ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പല മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്തു, അതായത് ഷാർലറ്റ് ടിൽബറിയുടെ മാജിക് ക്രീം, പിന്നെ വീനോ എന്ന് പറയുന്നൊരു ബ്രാൻഡ്, അങ്ങനെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് സെറ്റാഫിലാണ് സൂട്ട് ചെയ്തത്. അപ്പം സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ ഇതായപ്പോൾ ഞാൻ കുറച്ച് നേരം സൺസ്ക്രീനും പറ്റി, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ പറ്റിയിട്ട് ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ സൺസ്ക്രീൻ പറ്റിയിട്ട് ഞാൻ എപ്പോഴും ഒരു 10-15 മിനിറ്റ്സ് വിട്ടേക്കും. ഫൗണ്ടേഷൻ തേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതെന്താ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. ഇത് ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. ഇത് സാധാരണ ഫൗണ്ടേഷൻ പോലെ ഹെവി അല്ല, അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സ്പെഷ്യലി സമ്മറിൽ, ഇപ്പോൾ ഇവിടെ സമ്മറാണ് UK-ൽ, അപ്പോൾ നമുക്ക് ഹെവി ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് വെളിയിറങ്ങുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അധികം കവറേജ് ഇല്ല, കാരണം ഫൗണ്ടേഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെങ്കിൽ നമ്മളുടെ ഉള്ള കളർ കറക്ഷൻ നല്ലതായിട്ട് കളർ കറക്റ്റ് ചെയ്യും. പിന്നെ ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ഒന്നും മാറ്റൂലെങ്കിൽ പോലും തന്നെ നല്ല ഒരു ഡെയിലി ഇത് അത്രയും മതി നമുക്ക്. ഡെയിലി ഇപ്പം മേക്കപ്പ് ഇട്ടുകൊണ്ട് ഓഫീസിൽ ചെല്ലണമെന്നില്ല, ജസ്റ്റ് ഒന്ന് പ്രസൻറ്റബിൾ ആയിരിക്കാൻ വേണ്ടി മാത്രം. അത് തേച്ചു വന്നിട്ട് ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡറാണ്, സെറ്റിംഗ് പൗഡർ എൻ്റെ T സോൺ ഏരിയയിൽ ഞാൻ എവിടെയാണ് എനിക്ക് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതാറില്ല, അതായത് ലൈനർ യൂസ് ചെയ്യാറില്ല. മസ്കാര പറ്റി ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തു, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും ഇട്ടു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ മുടി ഇന്നിപ്പോൾ ഞാൻ കാറി പോകാണ്ട് അയച്ചിട്ടുണ്ടാണ് പോയത്. യൂഷ്വലി ഞാനത് ട്രെയിന് എടുക്കുന്നെങ്കിൽ കെട്ടി വെക്കാറാണുള്ളത്. ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയും കൂടെ വേണം. താങ്ക് യു.